നമസ്കാരം, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മന്ത്ലി എക്സ്പയറിക്ക് ഒരു ഗംഭീര പരിസമാപ്തി ആയിരിക്കുന്നു. ഇന്ന് നിഫ്റ്റി ഒരുപാട് തവണ റെഡിലേക്ക് പോയെങ്കിലും നല്ല റിക്കവറിയാണ് നമുക്ക് അവസാന മണിക്കൂറിൽ കിട്ടിയത്. നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും ഒക്കെ ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തിയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി 1.25% ഉയർന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ചത് മൂന്നാം പാദത്തിലെ മികച്ച ഫലങ്ങൾക്ക് ശേഷം ആക്സിസ് ബാങ്കാണ് 5% ഒരു നല്ല നേട്ടമുണ്ടാക്കിയത്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പ്രൈം ഫോക്കസിൽ വെച്ചിരുന്നത് ഓട്ടോ സ്റ്റോക്കുകൾ ഒരു സമ്മർദ്ദം നേരിടും എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ചില സ്റ്റോക്കുകൾ കൂടി നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്തിരുന്നു. ആ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇന്ന് ഇടിയുകയുണ്ടായി. പ്രത്യേകിച്ച് M&M ഏകദേശം 5% മുകളിലാണ് ഇന്ന് ഇടിഞ്ഞത്. ഇത്തരത്തിലുള്ള നല്ല നല്ല വാർത്തകൾ എല്ലാ ദിവസവും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. അത്തരത്തിൽ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മെറ്റൽ ആൻഡ് കമോഡിറ്റി സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളിയുടെ റെക്കോർഡ് വിലയ്ക്ക് ശേഷം ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്ന് 5% ഉയരുകയുണ്ടായി. ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില Q3 റിസൾട്ടുകൾ നമുക്ക് ഈ 2-3 ദിവസം വന്നിരുന്നു. അതിൽ 1-2 റിസൾട്ടുകൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ അന്നേ ദിവസം തന്നെ നമ്മുടെ ടെലഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അത്തരത്തിൽ MCX 6% ഉയരുകയുണ്ടായി. ഒരു ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് തന്നെയായിരുന്നു അത്. മറ്റൊരു നല്ല റിസൾട്ട് പുറത്തു വന്നത് അൾട്രാടെക് സിമെന്റിൻ്റെതായിരുന്നു. 2% ഉയർന്നു. ഇനി ഫലങ്ങൾക്ക് ശേഷം റൈമണ്ട് 5% നേട്ടമുണ്ടാക്കി. മിഡ് ക്യാപ്പ് സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സോന BLW മികച്ച മിഡ് ക്യാപ്പ് നേട്ടക്കാരിൽ ഒന്നായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള ഫോറിൻ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടാണ് സ്റ്റോക്ക് 7% നേട്ടമുണ്ടാക്കിയത്. അടുത്തതായി CG പവർ മികച്ച ഒരു മിഡ് ക്യാപ്പ് നഷ്ടക്കാരിൽ ഒന്നായി. മൂന്നാം പാദ ഫലങ്ങൾക്ക് ശേഷം 4% ഇടിഞ്ഞത്. ഇന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ധാരാളം സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടായിരുന്നു. കുറേയേറെ സ്റ്റോക്കുകൾ നല്ല നേട്ടമുണ്ടാക്കി. അത്തരത്തിൽ ടെക്സ്റ്റൈൽ ഓഹരികൾ അതിലുണ്ടായിരുന്നു. 12% വരെ നിരവധി ഓഹരികൾ ഉയരുകയുണ്ടായി. ഇനി നമുക്ക് ഒരു 2 സ്റ്റോക്കുകൾ നോക്കാം. അതിനു മുന്നേയായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഗ്രൂപ്പിൽ നിരവധി സ്റ്റോക്കുകൾ നൽകിയിരുന്നു. അതിൽ തന്നെ ഇൻട്രാഡേയിൽ നല്ല മൂവ്മെൻറ്റ് നമുക്ക് ലഭിച്ചത് KPR മിൽ എന്ന സ്റ്റോക്കായിരുന്നു. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി 883 നമ്മൾ നൽകിയിരുന്നത്. സ്റ്റോക്ക് ഏകദേശം 933 വരെ അപ്പായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമ്മൾ ചില സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. ആദ്യം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന സ്റ്റോക്കാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളല്ല സംസാരിക്കുന്നത്. ഇനി നല്ല ബ്രേക്ക് ഔട്ടുകൾ വരുമ്പോൾ മാത്രമേ അത്തരത്തിൽ നല്ല ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ പറയുന്നുള്ളൂ. ഇന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് ഇപ്പോൾ നല്ല പോലെ ഡൗൺ ആയിട്ടുണ്ട്. കൂടാതെ അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സോണായിട്ട് വരുന്നത് 265 മുതൽ 282 വരെയുള്ള ഒരു സോണാണ്. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് 232 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള 204 എന്ന ലെവൽ തന്നെയാണ്. 204 എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് 3 തവണയും ഈ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണ് 204 എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്കിൽ ഒരു ബിയറിഷ്നെസ് തന്നെയാണ് കാണുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും. ഇനി വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു സ്റ്റോക്ക് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ 2 സോണിനുള്ളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ 1210 മുതൽ 1284 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 1415 മുതൽ 1498 വരെയുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു സോണാണ്. അപ്പോൾ അതായത് ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണിനും ഉള്ളിലായിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലോസിംഗ് ബേസിസിൽ ഡെയിലി ബേസിസിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടോ നമുക്ക് തരുന്നില്ല. ഈ ഒരു സോണിനുള്ളിൽ തന്നെയായിട്ടാണ് ഇപ്പോൾ ഏറെ മാസങ്ങളായിട്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോണിന് അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും കൂടാതെ കുറച്ച് സ്റ്റോക്കുമായി സംബന്ധിച്ച എഡ്യൂക്കേഷണൽ വ്യൂവും ഇതൊക്കെയാണ്. കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകൾ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെയിലി മാർക്കറ്റ് ന്യൂസും നാളെ രാവിലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.